الحمد لله رب العالمين الذي هدانا لهذا وما كنا لنهتدي لولا أن هدانا الله نحمده ونستعينه ونستغفره ونؤمن به ونتوكل عليه ونعوذ بالله من شرور أنفسنا ومن سيئات أعمالنا من يهده الله فلا مضل له ومن يضلل فلا هادي له وأشهد أن لا إله إلا الله وحده لا شريك له وأشهد أن محمدا عبده ورسوله أرسله بالهدى ودين الحق ليظهره على الدين كله ولو كره المشركون اللهم صل على محمد وعلى آل محمد كما صليت على إبراهيم وعلى آل إبراهيم إنك حميد مجيد اللهم بارك على محمد وعلى آل محمد كما باركت على إبراهيم وعلى آل إبراهيم إنك حميد مجيد أما بعد فإن خير الحديث كتاب الله وخير الهدي هدي محمد صلى الله عليه وسلم وشر الأمور محدثاتها وكل محدثة بدعة وكل بدعة ضلالة وكل ضلالة في النار أيها الإخوان والأخوات أوصيكم عباد الله وإياي بتقوى الله أعوذ بالله من الشيطان الرجيم بسم الله الرحمن الرحيم يا أيها الناس اتقوا ربكم الذي خلقكم من نفس واحدة وخلق منها زوجها وبث منهما رجالا كثيرا ونساء واتقوا الله الذي تساءلون به والأرحام إن الله كان عليكم رقيبا يا أيها الذين آمنوا اتقوا الله حق تقاته ولا تموتن إلا وأنتم مسلمون أيها الإخوان والأخوات أوصيكم عباد الله وإياي بتقوى الله സത്യവിശ്വാസികളായ സഹോദര സഹോദരികളെ, അല്ലാഹു റബ്ബുൽ ഇസ്സത്തിന്റെ വിധിവിലക്കുകൾ ജീവിതത്തിന്റെ എല്ലാ മേഖലകളിലും സമയങ്ങളിലും പാലിച്ചുകൊണ്ട് യഥാർത്ഥ മുത്തഖീങ്ങളായി നിലകൊള്ളണമേ എന്ന് സ്വന്തത്തോടുന്നതുപോലെ ആദ്യമായി വസിയത്ത് ചെയ്യുകയാണ്. അർഹമുർ റഹ്മാനായ നാഥൻ യഥാർത്ഥ മുത്തഖീങ്ങളിൽ നാം ഏവരെയും ഉൾപ്പെടുത്തുമാറാകട്ടെ. അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മെ ഈ ലോകത്തേക്ക് പറഞ്ഞയച്ചത് ഒരു നിശ്ചിതമായ സമയം കണക്കാക്കിയിട്ടാണ്. ആ സമയമെത്തിയാൽ എല്ലാവരും യാത്ര തിരിക്കേണ്ടവരാണ്. അപ്പോൾ ഒരു നല്ല യാത്ര അയപ്പ് നമുക്ക് കിട്ടണം. ആ നല്ല യാത്ര അയപ്പ് കിട്ടാൻ, ആ ഒരു നല്ല വരവേൽപ്പ് കിട്ടാൻ നാം എന്താണ് ചെയ്യേണ്ടത് എന്നുള്ളതാണ് നമ്മുടെ ചർച്ചാ വിഷയം. നമ്മുടെ മരണം ഏത് സമയത്താണ്, എത്തരം സന്ദർഭങ്ങളെ ആയിരിക്കും എന്ന് നമുക്ക് ആർക്കും അറിയുകയില്ല. സമയവും സന്ദർഭവും ഏതായാലും സമാധാനമുള്ള സ്വർഗം ലഭിക്കുന്ന ഒരു മരണമായിരിക്കണം. കഴിഞ്ഞ ആഴ്ചയിൽ നിന്ന് ഈ ഒരാഴ്ചക്കുള്ളിൽ ഒരുപാട് രോഗങ്ങൾ അപ്രതീക്ഷിതമായി നമ്മൾ സ്നേഹിക്കുന്ന ആളുകൾക്ക് വരുമ്പോഴാണ് ഈ അപ്രതീക്ഷിതം. നമ്മൾ അറിയുന്ന, നമ്മൾ സ്നേഹിക്കുന്ന ആളുകൾക്ക് അത്യാസന്നങ്ങൾ ഉണ്ടാവുമ്പോൾ അല്ലെങ്കിൽ മാരകമായ രോഗമുണ്ടെന്ന് അറിയുമ്പോൾ നമുക്കതൊരു ഞെട്ടലാണ്.
ധാരാളം ആളുകൾ ക്യാൻസർ പേഷ്യന്റ്. ഇന്നലെ ഒരു 3 വയസ്സായ കുട്ടി ക്യാൻസർ ബാധിച്ച് ഓപ്പറേഷൻ ചെയ്ത് ഒന്നും ചെയ്യാൻ കഴിയാതെ മടക്കി കുട്ടി മരിച്ചു. അതുപോലെ ഇന്നലെ ഒരു സഹോദരൻ മഗ്‌രിബ് നമസ്കാരം കഴിഞ്ഞപ്പോൾ സഹോദരൻ പറഞ്ഞു, അദ്ദേഹം അറിയുന്ന ഒരു സഹോദരന് ക്യാൻസർ ആണ്. ഭക്ഷണം കഴിക്കുമ്പോൾ തൊണ്ട വല്ലാതെ വേദനിക്കുന്നു, റിട്ടേൺ വരുന്നു. പരിശോധിച്ച് നോക്കിയപ്പോൾ ക്യാൻസർ ആണ്, അതിന്റെ ലാസ്റ്റ് സ്റ്റേജിലാണ്. അങ്ങനെ ഒരുപാട് നമുക്കറിയുന്നവരും അറിയാത്തവരുമായ ധാരാളം ആളുകൾ ഒരാഴ്ചയിൽ അടുത്ത ആഴ്ചക്കുള്ളിൽ ഡസൻ കണക്കിനാണ് ക്യാൻസർ റിപ്പോർട്ട് ചെയ്യുന്നത്. കിഡ്നി ഫെയിലിയർ, ഹാർട്ട് അറ്റാക്ക്. പണ്ടൊക്കെ നമ്മുടെ നാട്ടിൽ എവിടെയെങ്കിലും ഒരാൾക്കുണ്ടെന്ന് കേട്ടാൽ നമ്മൾ വളരെ അധികം ഭയപ്പെടുന്ന സംഗതി ഇന്ന് നമ്മുടെ അയൽപക്കത്ത് ഉണ്ടായിക്കൊണ്ടേ. നാളെ നമ്മുടെ വീട്ടിൽ ഇല്ലാതിരിക്കട്ടെ, അള്ളാഹുവിനോട് പ്രാർത്ഥിക്കാം. അപ്പോൾ രോഗം വരുന്ന, ക്യാൻസർ വരുന്നോ, കിഡ്നി ഫെയിലർ ആവുന്നോ, അല്ലെങ്കിൽ അറ്റാക്ക് വരുന്നൊന്നും അള്ളാഹിന്റെ ശിക്ഷയാണെന്ന് ആരും വിചാരിക്കണ്ട. അത് അള്ളാഹിന്റെ പരീക്ഷണമാണ്. മുഅ്മിനീങ്ങളെ സംബന്ധിച്ചോളം അള്ളാഹു പറയുന്നുണ്ട്, വലനബ്ലുവന്നകും ബിശൈഇൻ മിനൽ ഖൗഫി വൽജുഇ വനഖ്സിൻ മിനൽ അംവാലി വൽ അൻഫുസി വസ്സമറാത്ത്. നിങ്ങളെ നാം പരീക്ഷിക്കുക തന്നെ ചെയ്യും. അത് നിങ്ങളെ മോശമായത് കൊണ്ടല്ല. മോശമായവർക്കേ പരീക്ഷണം വരുന്നോ, നല്ലവർക്ക് വരില്ല എന്നൊന്നുമില്ല. അപ്പോൾ അതിൽ നിങ്ങളെ ഭയം കൊണ്ടും പട്ടിണി കൊണ്ടും നിങ്ങളുടെ ശരീരം കൊണ്ടും അതുപോലെ നിങ്ങളുടെ ഉൽപ്പന്ന നഷ്ടങ്ങളെ കൊണ്ടും നിങ്ങളുടെ കാർഷിക വിഭവങ്ങളെ കൊണ്ടും എല്ലാം നിങ്ങളുടേത് എന്ന് നിങ്ങൾ അഭിമാനിക്കുന്നതെല്ലാം കൊണ്ടും നിങ്ങളെ പരീക്ഷിക്കും. ഫബശ്ശിരി സ്വാബിരീൻ, ക്ഷമിക്കുന്നവർക്ക് സുവാർത്തയുണ്ട്, സന്തോഷമുണ്ട്, സ്വർഗമുണ്ട്. അപ്പൊ ആ ക്ഷമ ലഭിക്കാൻ, വലിയ പരീക്ഷണങ്ങളിൽ രക്ഷപ്പെടാൻ അള്ളാഹുവിനോട് പ്രാർത്ഥിക്കുക. ഇസ്ലാം രോഗത്തിന്റെ കാര്യമാണെങ്കിലും തിന്മയുടെ കാര്യമാണെങ്കിലും അത് സംഭവിക്കാതിരിക്കാനാണ് പറഞ്ഞു തരുന്നത്, പ്രാർത്ഥിക്കാൻ പറഞ്ഞു. എന്ന് പറഞ്ഞാൽ വരില്ല എന്നല്ല, പക്ഷെ അത് വരുന്നതിന് മുമ്പ് ചെയ്യേണ്ട കാര്യങ്ങൾ അതാണ്. രോഗം വരാതിരിക്കാൻ, മാരകമായ രോഗങ്ങൾ വരാതിരിക്കാൻ അള്ളാഹുവിനോട് പ്രാർത്ഥിക്കുക. റസൂലുള്ളാഹി പഠിപ്പിച്ചില്ലേ, അല്ലാഹുമ്മ ഇന്നി അഊദു ബിക മിനൽ ബറസി വൽ ജുനൂനി വസയ്യിഇൽ അസ്ഖാ. അള്ളാഹുവേ, വെള്ളപ്പാണ്ടിൽ നിന്നും ഭ്രാന്തിൽ നിന്നും അതുപോലെ മോശമായ മാരകമായ എല്ലാ രോഗങ്ങളിലും നിന്നോട് ഞാൻ അഭയം തേടുന്നു എന്ന് പ്രാർത്ഥിക്കാൻ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ചിട്ടുണ്ട്. അല്ലാതെ എന്ത് പ്രതിരോധവും ഒരു പരിധിയാണ്. അള്ളാഹുവാണ് രോഗത്തെ തടയുന്നവനും രോഗത്തിന് ശിഫ നൽകുന്നവനും. അതുകൊണ്ട് നാം ഈ പ്രത്യേക സാഹചര്യത്തിൽ, ഈ മാരക രോഗങ്ങൾ പടർന്നു പിടിക്കുന്ന സന്ദർഭത്തിൽ ഈ ദുആ നമ്മൾ പതിവാക്കണം. അല്ലാഹുമ്മ ഇന്നി അഊദു ബിക മിനൽ ബറസി വൽ ജുനൂനി വസയ്യിഇൽ അസ്ഖാ. 3 വാക്കുകളേ ഉള്ളൂ, അതിന് ഒരുപാട് അർത്ഥമുണ്ട്. ആത്മാർത്ഥമായിട്ടാണെങ്കിൽ അള്ളാഹു അത് സ്വീകരിക്കും. അതുപോലെ തന്നെ ഇത്തരം രോഗങ്ങളുണ്ട് എന്നറിഞ്ഞാൽ പ്രാർത്ഥിക്കേണ്ട ഒരു പ്രാർത്ഥന ഉണ്ട്. ഒരാൾക്ക് ക്യാൻസർ ഡിക്ലെയർ നമ്മളോടൊന്ന് പറയുമ്പോൾ അതൊരു പരീക്ഷണമാണ്. അല്ലെങ്കിൽ ഒരാളുടെ കാല് മുറിച്ചു, അല്ലെങ്കിൽ ആക്സിഡന്റിൽ പെട്ടു, അല്ലെങ്കിൽ ഒരാൾക്ക് മാനസിക നില തെറ്റി, ഇങ്ങനെയുള്ള പരീക്ഷണങ്ങൾ കാണുമ്പോ അല്ലാഹുവിന്റെ റസൂൽ പഠിപ്പിച്ചിട്ടുണ്ട്, അൽഹംദുലില്ലാഹില്ലദീ ആഫാനി മിമ്മ ബതലാക ബിഹി വഫളലനി അലാ കസീരിൻ മിമ്മൻ ഖലഖ തഫ്ളീലാ. നിങ്ങളെ ബാധിച്ച ആ പരീക്ഷണം എന്നെ ബാധിക്കാതെ എന്റെ ശരീരത്തിന് ആരോഗ്യവും പ്രാധാന്യവും നൽകിയ അല്ലാഹുവിനാണ് സർവസ്തുതിയും. ഇത്രയുള്ളൂ. അത് പ്രാർത്ഥിച്ചാൽ ആ കേട്ട ആ അത്യാഹിതം നമ്മളെ ബാധിക്കുകയില്ല എന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ചിട്ടുണ്ട്. ആ സംഭവം നമ്മളെ ബാധിക്കും. എന്തിന്? അത് കേട്ട ഉടനെ തഖ്വയോടെ പടച്ചവനോട് അത് പ്രാർത്ഥിക്കാം. പ്രാർത്ഥനകൾ എന്നുള്ളത് അള്ളാഹുവിന്റെ ഖളാഇനെ മാറ്റാൻ അള്ളാഹുവിനുള്ള പ്രാർത്ഥന എന്നെ പറ്റൂ, അല്ലാതെ വേറൊന്നുകൊണ്ട് കഴിയില്ല. പടച്ചവന് ഒരു സിഫത്തുണ്ട്, അത് ജായിസായ സിഫത്താണ്. നമ്മളൊക്കെ മദ്രസയിൽ പഠിച്ചില്ല അള്ളാഹിന്റെ സിഫത്തുകളൊക്കെ. അതിൽ തനിമയാർന്ന ഒരു സിഫത്ത് അള്ളാഹുവിനുണ്ട്. എന്താണത്? ഒരു ഫിഅല്, ഒരു കർമ്മം ചെയ്യുകയോ ചെയ്യാതിരിക്കുകയോ ചെയ്യാനുള്ള അധികാരം അള്ളാഹുവിനുണ്ട്. അത് വേറെ ആർക്കും ഇല്ല. അങ്ങനെ സിഫത്ത് നമ്മളൊക്കെ ചെയ്യേണ്ടി വരും, അല്ലെങ്കിൽ ചെയ്യാതിരിക്കേണ്ടി വരും. നമ്മുടെ കയ്യിലല്ല അത്.
പക്ഷെ അള്ളാഹുവിന് എങ്ങനെയല്ല, ഏതൊരു കാര്യം ഉദ്ദേശിച്ച് ചെയ്യാതിരിക്കുമല്ല ചെയ്യാം. അതുകൊണ്ട് തന്നെ അള്ളാഹ് വിധിച്ചൊരു വിധിയെ അത് നടപ്പിലാക്കാനും നടപ്പിലാക്കാതിരിക്കാനും അള്ളാഹുവിന് അധികാരമുണ്ട്. അത് നടപ്പിലാകാതിരിക്കാൻ അല്ലെങ്കിൽ നടപ്പിലാകാൻ വേണ്ടി അള്ളാഹുവിനുള്ള പ്രാർത്ഥനയാണ് നമുക്ക് ഉപകാരപ്പെടുന്നത്. അതുകൊണ്ട് ദുആനെ നിസ്സാരമായി കാണാൻ പാടില്ല. നമ്മൾ ഒരു വിശ്വാസിയെ സംബന്ധിച്ചോളം ജീവിതത്തിന്റെ എല്ലാ സൗഭാഗ്യവും ദുആയിലൂടെയാണ്. മഹാനായ ഇബ്രാഹിം നബി അലൈഹിസ്സലാം ലോകത്ത് ദുആ കൊണ്ട് അത്ഭുതം സൃഷ്ടിച്ച പ്രവാചകനാണ്. നമ്മൾ ഇബ്രാഹിം അലൈഹിസ്സലാം ചരിത്രം പഠിക്കുന്നവരല്ലേ. മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ പ്രാർത്ഥനയുടെ ആ നനവ്, ആ തണൽ നമ്മൾ ഇപ്പോഴും അനുഭവിച്ചു കൊണ്ടിരിക്കുന്നവരാണ്. അതുകൊണ്ട് ജീവിതത്തിൽ ദുആ വർദ്ധിപ്പിക്കണം. അതാണ് മോശമായ രോഗങ്ങളിൽ നിന്ന്, മാരകമായ രോഗങ്ങളിൽ നിന്ന്, പെട്ടെന്നുള്ള മരണങ്ങളിൽ നിന്നെല്ലാം അഭയം അല്ലാഹു നമുക്ക് തൗഫീഖ് നൽകുമാറാകട്ടെ. അപ്പോൾ നല്ല മരണം ലഭിക്കണമെങ്കിൽ ചെയ്യേണ്ടുന്ന കുറച്ച് കാര്യങ്ങളൊക്കെ നമ്മൾ കഴിഞ്ഞ ഖുത്ബയിൽ മനസ്സിലാക്കേണ്ടായി. അത് കേട്ട് ജീവിതത്തിൽ പകർത്തുന്നവർക്ക് നന്നായി മരിക്കാം, അല്ല കേട്ടിട്ട് അങ്ങനെ പോകുന്ന ആളുകൾക്ക് അങ്ങനെയും പോകാം, അല്ലെ? ഇത് നോക്കൂ, അടുത്തതായിട്ട് നല്ല മരണം ഉണ്ടാവണമെങ്കിൽ അല്ലാഹുവിന്റെ റസൂൽ നമ്മളെ പഠിപ്പിച്ചിട്ടുള്ള ദീൻ നമ്മളെ പഠിപ്പിക്കുന്ന ഒരു കാര്യം എന്താണെന്ന് അറിയുമോ? എപ്പോഴും അള്ളാഹുവിനെ ഓർമ്മിക്കുന്ന ഒരു മനസ്സുണ്ടാവുക, എപ്പോഴും പടച്ചവന് ഓർമ്മ ഉണ്ടാവുക, അള്ളാഹുവിന് ഓർമ്മ ഉണ്ടാകുക. പറയുമ്പോഴും ചെയ്യുമ്പോഴൊക്കെ പടച്ചവൻ കാണുന്നുണ്ട്, പടച്ചവൻ അറിയുന്നുണ്ട്, അവൻ ചോദ്യം ചെയ്യും എന്ന ഒരു ബോധം ഉണ്ടാവുക എങ്കിൽ നല്ല ഹുസ്നുൽ ഖാത്തിമത്ത്, നല്ല പര്യവസാനം ലഭിക്കും എന്നുള്ളതാണ്. അള്ളാഹുവിന്റെ റസൂൽ പഠിപ്പിക്കുകയുണ്ടായി, മസലുൽ ലദീന യദ്കുറു റബ്ബഹും വല്ലദീന ലാ യദ്കുറു മസലുൽ ഹയ്യി വൽ മയ്യിത്തി. അള്ളാഹുവിനെ ഓർക്കുന്നവരും ഓർക്കാത്തവരുടെയും ഉദാഹരണം ജീവനുള്ളവരെയും ശവത്തെയും പോലെയാണ് എന്നാണ്. അള്ളാഹുവിനെ ഓർത്തുകൊണ്ട് ജീവിതത്തിൽ അള്ളാഹുവിനെ കുറിച്ചുള്ള ഓർമ്മയോടെ ജീവിക്കുന്ന ആളുകൾ അവരാണ് യഥാർത്ഥ ജീവനുള്ള ആളുകൾ. അല്ലാതെ ഭൂമിയിലൂടെ ഒഴുകി നടക്കുന്ന ശവങ്ങളാണ് എന്നാണ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ചത്. അപ്പൊ പടച്ചവനോടുണ്ടാവുക ഓർമ്മയുടെ നനവ് മനസ്സിലെപ്പോഴും ഉണ്ടാവുക. അതാണ് ദിക്ർ എന്ന് പറയുന്നത്, പടച്ചവനെ ഓർമ്മിക്കുന്ന ഒരു മനസ്സ്. ആ മനസ്സുണ്ടെങ്കിൽ നമുക്ക് നല്ല മരണം ലഭിക്കും. കാരണം ആ മനസ്സുള്ള ഒരുത്തിന് വലിയ തിന്മകളൊന്നും ചെയ്യില്ല. അവന്റെ മനസ്സിലെപ്പോഴും ഈമാന്റെ നനവുണ്ടാവും. അതിന് ചെയ്യേണ്ടതെന്താ? അതിന് അള്ളാഹുവിന്റെ റസൂൽ പറഞ്ഞ ചില കാര്യങ്ങളൊക്കെയുണ്ട്. രാവിലെ എഴുന്നേൽക്കുമ്പോ തന്നെ ചില പ്രാർത്ഥനകളുണ്ട്. അവിടെ നിന്ന് എഴുന്നേറ്റ് കഴിഞ്ഞാൽ പിന്നെ സുബ്ഹി നമസ്കാരത്തിന് ശേഷം ചില പ്രാർത്ഥനകളുണ്ട്. അങ്ങനെ അതേപോലെ തന്നെ രാവിലെയും വൈകുന്നേരവും സയ്യിദുൽ ഇസ്തിഗ്ഫാർ ചൊല്ലുക. രാവിലെ സയ്യിദുൽ ഇസ്തിഗ്ഫാർ ചൊല്ലിയാൽ വൈകുന്നേരത്തിനുള്ളിൽ മരിക്കുകയാണെങ്കിൽ അവന് സ്വർഗ്ഗമുറപ്പാണ്. വൈകുന്നേരം അവൻ സയ്യിദുൽ ഇസ്തിഗ്ഫാർ ചൊല്ലിയാൽ നേരം വെളുപ്പിനുള്ളിൽ മരിക്കുകയാണെങ്കിൽ സ്വർഗ്ഗമുറപ്പാണ്. വലിയ അള്ളാഹു വലിയ സബീലുകാരായ പാപങ്ങളൊന്നും ചെയ്തിട്ടില്ല എങ്കിൽ സയ്യിദുൽ ഇസ്തിഗ്ഫാർ തോന്നിയ അവനൊക്കെ ജീവിച്ചാൽ പിന്നെ മരിക്കും, അങ്ങനെ സ്വർഗം കിട്ടുന്നില്ല. വലിയ പാപങ്ങളും ചെയ്തിട്ടില്ലാതെ, മനുഷ്യമായി അറിയാതെ വരുന്ന തെറ്റുകളല്ലാതെ വലിയ പാപങ്ങളും അവൻ വന്നിട്ടില്ല എങ്കിൽ ആ സയ്യിദുൽ ഇസ്തിഗ്ഫാർ അവനെ സ്വർഗത്തിൽ എത്തിക്കുമെന്ന. അതുപോലെ തന്നെ 5 നേരവും നമസ്കാരത്തിന് സലാം കിട്ടിയാൽ അവിടെ എഴുന്നേറ്റ് പോകുന്നതിന് മുമ്പ് ആയത്തുൽ കുർസി ഓതുക. ആയത്തുൽ കുർസി ഓതുക. അപ്പോൾ മരിക്കേണ്ട താമസമുള്ളൂ, സ്വർഗം കിട്ടുന്നതാണ്. സ്വർഗത്തിനും അവനും ഇടയിലുള്ള തടസ്സം മരണം മാത്രമാണ്. മരിച്ചാൽ സ്വർഗം കിട്ടും. എന്ത് ചെയ്താൽ? ആയത്തുൽ കുർസി പതിവായി നമസ്കാരത്തിന് ശേഷം ഓതിയാൽ. അതേപോലെ തന്നെ രാവിലെയുള്ള വൈകുന്നേരമൊക്കെയുള്ള പ്രാർത്ഥനകളും ദിക്റുകളും എല്ലാം ചൊല്ലുക. ഉറങ്ങുന്നതിന് മുമ്പുള്ള ദിക്റുകളും ഉറങ്ങി എഴുന്നേൽക്കുമ്പോഴുമുള്ള ദിക്റുകളൊക്കെ ചൊല്ലുക. ഭക്ഷണം കഴിക്കുമ്പോഴും ഭക്ഷണം കഴിച്ചു കഴിഞ്ഞാലും യാത്രയിലും യാത്രയ്ക്ക് ശേഷമോ ഓരോ സന്ദർഭത്തിലും അല്ലാഹു റസൂൽ പഠിപ്പിച്ച നിരവധി ദിക്റുകളുണ്ട്. നമ്മുടെയൊക്കെ കയ്യിൽ അല്ലാഹു പഠിക്കാനും അത് ചൊല്ലാനുമുള്ള എല്ലാ സൗകര്യവും റബ്ബിലേക്ക് ഒരുക്കി തന്നിട്ടുണ്ട്. മൊബൈൽ ആപ്ലിക്കേഷൻ ഡൗൺലോഡ് ചെയ്താൽ നിങ്ങൾക്ക് കാണാതെ അറിയില്ല, അതുകൊണ്ട് ചൊല്ലിയില്ല എന്നുള്ള വാദം അവിടെ ഇല്ല. എപ്പോ നോക്കിയാലും നോക്കി ചൊല്ലാം,
യാത്രയിൽ വാഹനത്തിൽ കയറിയിരുന്നാൽ നോക്കിച്ചെല്ലാം, വാഹനത്തിൽ ഇറങ്ങുമ്പോൾ നോക്കിച്ചെല്ലാം, ഭക്ഷണം കഴിച്ചു കഴിഞ്ഞാൽ അത് നോക്കിച്ചെല്ലാം, ഉറങ്ങാൻ പോകുമ്പോഴും ഉറങ്ങിയിരിച്ചാലും അത് നോക്കിച്ചെല്ലാം. അങ്ങനെ പല പ്രാവശ്യം ഒന്ന് ചൊല്ലുമ്പോൾ അതങ്ങ് കാണാതെ പഠിക്കുകയും ചെയ്യും. അങ്ങനെ ദിക്റുകളും ദുആകളും നമ്മൾ പതിവാക്കി കഴിഞ്ഞാൽ നല്ല ഒരു മരണം നമുക്ക് ഉറപ്പാണ്. നല്ല ഹുസ്നുൽ ഖാത്തിമ, അല്ലാഹ് ഇഷ്ടപ്പെടുന്ന സമാധാനമുള്ള മരണം ലഭിക്കും. അപ്പൊ എന്ത് വേണം? ഈ അള്ളാഹിനെ കുറിച്ച് ഓർമ്മ നിലനിൽക്കാൻ ഈ പ്രാർത്ഥനകൾ ഇങ്ങനെ ഇടവിട്ട് ഓരോ സന്ദർഭത്തിലുള്ള പ്രാർത്ഥനകൾ ഇങ്ങനെ ചൊല്ലുക. അപ്പൊ പടച്ചവൻ നമ്മളെ കുറിച്ചൊരു ഓർമ്മ നമുക്കുണ്ടാവും. ഏറ്റവും വലിയ പ്രാർത്ഥന ഏതാ? ദുആഉൽ അക്ബർ. അതാണ് നമസ്കാരം. ആ നമസ്കാരമില്ലാത്തവന് ഇതൊന്നും കാര്യമില്ല. 5 നേരം കൃത്യമായി നമസ്കാരമുള്ള ആളുകൾക്ക് ഈ ദുആ കൊണ്ടൊക്കെ കാര്യം ഉണ്ടാവുള്ളൂ. അല്ലെങ്കിൽ നമസ്കാരം മനഃപൂർവ്വം ഒഴിവാക്കുന്ന ഇസ്ലാം തന്നെ പുറത്താണ്. അതേപോലെ തന്നെ അടുത്തതായ കാര്യം, നമ്മൾ നല്ല മരണം ലഭിക്കണമെങ്കിൽ അടുത്തതായുള്ള കാര്യം എന്താണെന്ന് അറിയുമോ? എനിക്ക് മതിയായിട്ടില്ല, എനിക്ക് പോരാ എന്ന ചിന്തയുണ്ടാവുക. നന്മയെ കുറിച്ച്, പരലോകത്തെ കുറിച്ച് ഞാനൊന്നും ചെയ്തിട്ടില്ല, എനിക്കൊന്നും മതിയായിട്ടില്ല എന്ന ചിന്തയുണ്ടെങ്കിൽ നന്മകൾ അധികരിപ്പിക്കാൻ കഴിയും. ഞാനൊന്നും ചെയ്തിട്ടില്ല, ഒന്ന് തിരിഞ്ഞു നോക്ക ജീവിതത്തിലേക്ക്. ഉറപ്പും വേണ്ട, എത്ര വയസ്സായോ ഒന്ന് തിരിഞ്ഞു നോക്ക. 15 വയസ്സിന്റെ അവിടെ നിന്നിട്ട് എടുത്താൽ മതി. 15 വയസ്സിന്റെ അവിടെ നിന്നിട്ട് എടുത്തോ. എന്നിട്ട് നിന്റെ നിസ്കാരം, നിന്റെ നോമ്പ്, അതേപോലെ തന്നെ നീ ഹറാമുകളിൽ നിന്ന് വിട്ടുനിന്നത്, ഹലാലുകൾ ചെയ്തത്, അങ്ങനെയുള്ള എല്ലാ കാര്യങ്ങളും ഇങ്ങനെ ഒന്ന് പരിശോധിക്കുക. ഇങ്ങനെ കുടുംബ ബന്ധം, മാതാപിതാക്കളുടെ ബന്ധം, അതുപോലെ തന്നെ ആളുകളോടുള്ള ബന്ധങ്ങള്, കൊടുക്കൽ വാങ്ങലുകള്, ഇങ്ങനെ എല്ലാ കാര്യങ്ങളും കൊണ്ട് പരിശോധിച്ചാൽ, എന്നിട്ട് ഇങ്ങനെ റബ്ബിനോട് അതിനെക്കുറിച്ച് ഓർത്ത് പ്രാർത്ഥിക്കുക, കൂടുതൽ നന്മകൾ ചെയ്യാൻ വേണ്ടി ശ്രമിക്കുക. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ മരണാസന്നനായ ഒരു ചെറുപ്പക്കാരന്റെ സഹാബിയുടെ അടുക്കലേക്ക് ചെന്നു. ഒരു ചെറുപ്പക്കാരൻ മരിക്കാനായിരിക്കുന്നു, അല്ലാഹു റസൂൽ അത് കാണണമെന്നുണ്ട്. റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ അവിടെ ചെന്നു. അപ്പോൾ അദ്ദേഹത്തോട് ചോദിച്ചു, ദഖല അലൈഹി ശാബുൻ വഹുവ ഫിൽ മൗതി. ഒരു ചെറുപ്പക്കാരന്റെ മരണത്തിന്റെ സന്ദർഭത്തിൽ അവിടെ റസൂൽ കടന്നു ചെന്നു. ഫഖാല, എന്നിട്ട് അവിടെ ചോദിച്ചു, കൈഫ തജിദുക, നിന്റെ ജീവിതത്തെ കുറിച്ച്, നിന്റെ ഈ അവസ്ഥയെ കുറിച്ച് ഇപ്പോൾ നിന്റെ അഭിപ്രായം എന്താണ്? എന്താണ് നിന്റെ മനസ്സിലുള്ള ചിന്ത എന്താണ്? ഖാല, അവിടെ പറഞ്ഞു ആ സ്വഹാബി, അർജുല്ലാഹ യാ റസൂലല്ലാഹ്, അല്ലാഹുവിന്റെ റസൂലേ, അല്ലാഹുവിൽ എനിക്ക് വലിയ പ്രതീക്ഷയുണ്ട്, എന്റെ റബ്ബിൽ വലിയ പ്രതീക്ഷയുണ്ട്. അതോടൊപ്പം തന്നെ ഞാൻ ചെയ്ത പാപങ്ങളെ ഓർത്ത് എനിക്ക് ഭയവുമുണ്ട്. പടച്ചവനോട് കരുണ ചെയ്യുമെന്ന പ്രതീക്ഷ എനിക്കുണ്ട്. അതോടൊപ്പം ഞാൻ ചെയ്തു പോയ പാപങ്ങളെ കുറിച്ചുള്ള ഭയവും എനിക്കുണ്ട്. ഫഖാല റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം, ലാ യജ്തമിആനി ഫീ ഖൽബി അബ്ദിൻ ഫീ മിസ്ലി ഹാദൽ മൗത്തിൻ. ഈ സന്ദർഭത്തിൽ അല്ലാഹുവിന്റെ അടിമയുടെ മനസ്സിൽ 2 കാര്യങ്ങൾ ഒരുമിച്ച് ചേർന്ന് കഴിഞ്ഞാൽ, ലാ യജ്തമിആനി ഫീ ഖൽബി അബ്ദിൻ ഫീ മിസ്ലി ഹാദൽ മൗത്തിൻ ഇല്ലാ അതാഹു അല്ലാഹു മാ യർജൂ. 2 ഗുണമാവില്ല. ശിക്ഷിക്കും, രക്ഷിക്കും എന്നുള്ള, ശിക്ഷിക്കുമെന്ന ഭയവും രക്ഷിക്കുമെന്ന പ്രതീക്ഷയുണ്ടെങ്കിൽ അല്ലാഹു ഇല്ലാ അതാഹു അല്ലാഹു മാ യർജൂ, ആ പ്രതീക്ഷയെ അല്ലാഹു സ്വീകരിക്കും. വആമറഹു മിമ്മാ യഖാഫു, അയാൾ എന്താണോ ഭയപ്പെടുന്നത് അല്ലാഹു അതിൽ അവന് സമാധാനം നൽകുകയും ചെയ്യും. അപ്പൊ നമ്മുടെ മനസ്സിൽ എപ്പോഴും ഉണ്ടാകുന്ന സംഗതി എന്ത്? ചെയ്ത നന്മകളൊക്കെ അല്ലാഹു സ്വീകരിക്കുന്ന ഒരു പ്രതീക്ഷ വേണം. എന്നാൽ പടച്ചോനെ, അതില്ല, ഞാനത് വേണ്ടതുപോലെ ചെയ്തിട്ടില്ലല്ലോ, ചെയ്തത് പോരല്ലോ, അത് മതിയോ റബ്ബേ, അത് സ്വീകരിക്കുമോ എന്ന ഭയവും ഉണ്ടാവണം. ഖൗഫും റജാഉം ഉണ്ടാവണം. ഭയവും പ്രതീക്ഷയും ഉണ്ടാവണം. പ്രതീക്ഷ മാത്രമായി കഴിഞ്ഞാൽ അവൻ വളരെ മോശമായി പോകും. എന്നാൽ ഭയം മാത്രമായി കഴിഞ്ഞാലോ അവന് ജീവിതത്തിന് യാതൊരു പ്രതീക്ഷയും ഉണ്ടാവില്ല. അതുകൊണ്ട് 2 വേണം ഒരു മുഖന്റെ മനസ്സിൽ നിന്നാണ്. അടുത്തതായിട്ട് ഒരു നല്ല മരണം ലഭിക്കണമെങ്കിൽ നമ്മൾ ഉണ്ടാവേണ്ട ഗുണം പാപങ്ങളെ കുറിച്ച് ഭയമുണ്ടാവും. ഈ പറഞ്ഞതുപോലെ പാപങ്ങളെ കുറിച്ച് ഭയമുണ്ടാവണം. പാപങ്ങൾ ജീവിതത്തിലുണ്ടെങ്കിൽ അല്ലാഹുവിന്റെ തൗഫീഖുകളുടെ അനുഗ്രഹങ്ങൾ തടയപ്പെടും.
അള്ളാഹുവിന്റെ അനുഗ്രഹങ്ങൾ തടയപ്പെടും പാപങ്ങൾ വർദ്ധിച്ചു കഴിഞ്ഞാൽ. അതുകൊണ്ട് വലിയ വലിയ പാപങ്ങൾ സംഭവിക്കാതിരിക്കാൻ നാം എപ്പോഴും ശ്രദ്ധിക്കുകയും ഭയപ്പെടുകയും ചെയ്യണം. സൂറത്തുൽ നിസാ റബ്ബ് തആല പറഞ്ഞില്ലേ, നാം അവന്റെ വിലക്കിയിട്ടുള്ള വലിയ വലിയ പാപങ്ങളിൽ നിന്ന് അവൻ വിലക്കിയാൽ, അവനെ മാറി നിന്ന് കഴിഞ്ഞാൽ അവന്റെ പാപങ്ങളെല്ലാം തിന്മകളെല്ലാം ഞാൻ മായിച്ചു കളയും. അവനെ ഞാൻ എന്റെ ഔദാര്യത്തിൽ എന്റെ കാരുണ്യത്തിൽ അവനെ പ്രവേശിപ്പിക്കുകയും ചെയ്യും, എന്നാ സ്വർഗത്തിൽ കടക്കുമെന്ന്. അപ്പോൾ വലിയ വൻപാപങ്ങളിൽ വിട്ടുനിന്ന് കഴിഞ്ഞാൽ അള്ളാഹു സുബ്ഹാനഹു വ തആല ചെറിയ പാപങ്ങളൊക്കെ അള്ളാഹു മായ്ച്ചു കളയുമെന്നാണ്. അതുപോലെ അള്ളാഹുവിന്റെ സ്വർഗമാകുന്ന അള്ളാഹുവിന്റെ അനുഗ്രഹമാകുന്ന കാരുണ്യത്തിൽ ഔദാര്യത്തിൽ ദുനിയാവിലും ആഖിറത്തിലും അള്ളാഹു പ്രവേശിപ്പിക്കുകയും ചെയ്യും എന്നുള്ളതാണ്. നോക്കൂ, റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞ ഹദീസ് നമുക്ക് ഇങ്ങനെ കാണാം, ഇദാ ലഹറൽ സിനാ വൽ ബാസി ഖറിയത്തിൻ, ഒരു നാട്ടിൽ വ്യഭിചാരവും പലിശയും വ്യാപകമായി കഴിഞ്ഞാൽ ഫഖദ് അഹല്ലു ബിഅൻഫുസിഹിം അദാബല്ലാഹ്, ആ നാട്ടിൽ അല്ലാഹുവിന്റെ ശിക്ഷ അവൻ അനുവദനീയമാക്കി മാറ്റും. ഒരു നാട്ടില് വ്യഭിചാരവും പലിശയും വ്യാപകമായാൽ അള്ളാഹുവിന്റെ ശിക്ഷ അവിടെ അനുവദനീയമായി. പിന്നെ ശിക്ഷ ഇറങ്ങും. പലതരത്തിലുള്ള മാരകമായ രോഗങ്ങള്, വർഗീയ വംശീയ കലാപങ്ങള്, അതുപോലെ പ്രകൃതിക്ഷോഭങ്ങള്, രക്തച്ചൊരിച്ചിലുകള്, സമാധാനമില്ലാത്ത ജീവിതമായിരിക്കുന്നവർക്ക് അവിടെ ആ നാട്ടിലുണ്ടാകുക. പരലോകത്തെ ശിക്ഷ വേറെ. അതുകൊണ്ട് വ്യഭിചാരവും പലിശയും അത് അള്ളാഹു വെറുക്കുന്ന വൻ പാപങ്ങളിൽപ്പെട്ടതാ. അതിൽ നിന്ന് അകന്നു നിൽക്കണം. വ്യഭിചാരത്തിന് ഒരുവിധം മുഅ്മിനുകളൊക്കെ അകന്ന് നിൽക്കുന്നുണ്ട്. പക്ഷെ പലിശയുടെ കാര്യത്തിൽ അധികം ആളുകളും അതിനെക്കുറിച്ച് വളരെ അശ്രദ്ധരാണ്, അല്ലെ? വളരെ അശ്രദ്ധരാണ്. ബിസിനസ് വലുതാക്കാനും വീട് വലുതാക്കാനും അതുപോലെ പുതിയ തുടങ്ങാനും പല കാര്യത്തിനായിട്ട് ലോണ് എന്ന് പറഞ്ഞ വിചാരം ഹലാലാണെന്നാണ്. അതുകൊണ്ട് അതിൽ പെട്ടുപോയിട്ടുണ്ടെങ്കിൽ പെട്ടുപോയിട്ടുണ്ടായിരുന്നെങ്കിൽ അള്ളാഹു തൗബ ചെയ്ത് മടങ്ങുക. എത്രയും വേഗം അത് രക്ഷപ്പെടാൻ വേണ്ടി അള്ളാഹു പ്രാർത്ഥിക്കുകയും അത് രക്ഷപ്പെടാനുള്ള മാർഗങ്ങൾ സ്വീകരിക്കുകയും ചെയ്യാം. ഒന്ന് കഴിയുമ്പോൾ അടുത്തത് എടുക്കില്ല. അപ്പൊ അങ്ങനെയാണ്. ഒരു ലോണ് കഴിഞ്ഞാൽ വേണ്ട, ഞാൻ ഈ ലോൺ എടുത്ത് കഷ്ടപ്പെട്ട് കെട്ടി ഇതുണ്ടാക്കി, ഞാൻ അടുത്ത ലോൺ എടുത്ത് അതുണ്ടാക്കും. അപ്പൊ മൊത്തത്തിൽ ഹറാമായത് മാത്രം, ഒന്നും ഹലാലായത് ഉണ്ടാവൂല. മക്കളെ പഠിപ്പിച്ചു ലോൺ എടുത്തിട്ട് ഹറാമായ പഠനം, അവരെ സമ്പാദ്യം ഹറാം. വീട് കെട്ടി ലോൺ എടുത്തിട്ട് അത് ഹറാമായ വീട്. വാഹനം വാങ്ങി ലോൺ എടുത്തിട്ട് അത് ഹറാമായ വാഹനം. അതുപോലെ കച്ചവടം തുടങ്ങി ലോൺ എടുത്ത് കച്ചവടം ഹറാം. മൊത്തത്തിൽ ജീവിതം മുഴുവൻ ഹറാം. അതുകൊണ്ട് ചെയ്യുന്ന നിസ്കാരം സ്വീകരിക്കോ, ഹജ്ജ് സ്വീകരിക്കോ, ഉംറ സ്വീകരിക്കോ, സദഖ കൊടുത്താൽ അല്ലാഹു സ്വീകരിക്കോ? അതുകൊണ്ട് പ്രിയമുള്ളവരെ, അതൊരു നിസ്സാരമായി കാണരുത്. ഈ പലിശയെ എല്ലാ കാലത്തും കൊണ്ടു നടന്നൊരു യഹൂദികളാണ്. ഇന്ന് ലോകത്ത് പലിശയെ നിലനിർത്തുന്നവരും യഹൂദികളാണ്. ലോകത്തെ ബാങ്കുകളുടെ പ്രധാനമായ ചുക്കാൻ വഹിക്കുന്നത്, സാമ്പത്തികമായ നിയന്ത്രണം നടത്തുന്നത് യഹൂദികളാണ്. പലിശയുടെ സ്രോതസ് അവരാണ്. നമ്മൾ അവരുടെ ഇരകളാണ്. നമ്മൾ അവരെ എന്നിട്ട് പ്രാർത്ഥിക്കുന്നത്, പഠിച്ചോനെ യഹൂദികൾ പരാജയപ്പെടുത്തണേ, യഹൂദികൾ നശിപ്പിക്കുന്നത്, അവർക്കുള്ള പൈസ ഒക്കെ ഉണ്ടാക്കി കൊടുക്കുക, എല്ലാ മാസം അങ്ങനെ അടച്ചടച്ചത് കൊടുക്കുക. എല്ലാ ബാങ്കിനും പൈസ കൊടുക്കണാരോ അവരാണ്. വേൾഡിലെ പ്രധാനപ്പെട്ട IMF ആവട്ടെ, മറ്റേത് ബാങ്കട്ടെ, അതിലൊക്കെ എന്താ ആരുടെ ഇൻവെസ്റ്റ്മെന്റാ കൂടുതൽ, ആരെ കൺട്രോളാ കൂടുതൽ, അവരെങ്ങനെ വലുതാക്കുക. എന്നാൽ നമ്മളെ കൊണ്ടാണ് ആയുധം വാങ്ങാൻ പൈസ ഇങ്ങനെ കൊടുക്കുക, എന്നിട്ട് നമ്മൾ അവർക്കെതിരെ പ്രാർത്ഥിക്കുക. അതുകൊണ്ട് പ്രിയമുള്ളവരെ, പലിശക്കെതിരെ ശക്തമായ ഒരു മനസ്സ് നമുക്കുണ്ടാവണം. അതല്ലാതെ പ്രാർത്ഥന, അല്ലാഹു പലിശ ഇങ്ങനെ പഠിക്കരുത് പഠിച്ചോനെ എന്ന്. അതിനെന്താ പ്രാർത്ഥന? അതിനെന്താ പ്രാർത്ഥിക്കുക? അല്ലാഹുമ്മ ക്ഫിനി ബിഹലാലിക വഅൻ ഹറാമിക വഅഗ്നി ബിഫദ്ലിക അമ്മൻ സിവാക. അല്ലാഹു റസൂൽ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം അലി റളിയല്ലാഹു അൻഹു പറഞ്ഞു കൊടുത്തു, അലി, ഈ ദിക്ർ നീ പതിവാക്കുക. ഒരു മലയോളം നിനക്ക് കടമുണ്ടെങ്കിലും അത് അല്ലാഹു വീട്ടിത്തരും. ഈ പ്രാർത്ഥന പ്രാർത്ഥിച്ചു കഴിഞ്ഞാൽ, അപ്പോൾ കടം വീടാൻ മാത്രമല്ല, ഹറാമായ എല്ലാ കാര്യങ്ങളും വിട്ടുനിൽക്കാനും ഈ പ്രാർത്ഥന ഉപകരിക്കും. വ്യഭിചാരത്തിലേക്ക് പോകാതിരിക്കാൻ, മറ്റ് ഹറാമുകളിലേക്ക് പോകാതിരിക്കാൻ ഈ പ്രാർത്ഥന ഉപകരിക്കും. അതുകൊണ്ട് പ്രാർത്ഥന, ദുആ, അത് വലിയ ഒരു സമ്പത്താണ്, വലിയൊരു കൈമുതലാണ്. അത് പഠിക്കുക.
അത് പ്രാവർത്തികമാക്കുക, എങ്കിൽ രക്ഷപ്പെടാം. അതുകൊണ്ട് പിശാചൻ നമ്മുടെ എല്ലാ സന്ദർഭത്തിലും നമ്മുടെ നല്ല മരണമല്ല, നമ്മളെ ദുർഗതിയിലേക്ക്, നരകത്തിലേക്ക് കൊണ്ടുപോകാൻ വേണ്ടി പിശാചിന് ഓരോരോ തന്ത്രങ്ങൾ നൽകുകയാണ്. നീ എന്നെ വഴിവഴപ്പിച്ച് കളഞ്ഞല്ലോ അല്ലാ, അതുകൊണ്ട് നിന്റെ സന്മാർഗത്തിന്റെ പാതയിൽ ഞാൻ, നീ സന്മാർഗം അവർക്ക് കൊടുക്കുന്ന നേർമാർഗത്തിന്റെ വഴിയിൽ ഞാൻ ഒളിച്ചിരിക്കും, അവർക്കറിയാതെ ഞാൻ പതിയിരിക്കും. അവരുടെ മുന്നിലൂടെയും പിന്നിലൂടെയും ഞാൻ അവരിലേക്ക് കടന്നു ചെല്ലും. വലതുഭാഗത്തു കൂടിയും ഇടതുഭാഗത്തു കൂടിയും ഞാൻ അവരിലേക്ക്, ജീവിതത്തിലേക്ക് ഞാൻ കടന്നു ചെല്ലും. എന്നിട്ടോ അവരുടെ അധികമാളുകളായും നന്ദിയുള്ളവരായി നിനക്ക് കണ്ടെത്താൻ കഴിയില്ല. എല്ലാവരെയും ഞാൻ നന്ദി കെട്ടവരാക്കി നന്ദികരന്റെ മാർഗത്തിലേക്ക് കൊണ്ടുപോകും. പിശാച് അള്ളാഹുവോട് പറഞ്ഞ സ്വർഗത്തിൽ നിന്ന് പുറത്താക്കുമ്പോഴേ തിരിഞ്ഞു മൂപ്പര് പറഞ്ഞതാ, ഞാൻ എങ്ങനെ ചെയ്യട്ടോ. മൂപ്പര് ഒന്നാമത്തേന് വിജയിച്ചു. എന്താ വിജയം? ആദം നബി ഇസ്ലാമി ഹവ്വാനെ സ്വർഗത്തെ പുറത്താക്കി മൂപ്പര് പഴം തീറ്റിച്ചു, അല്ലെ? അവിടെ നിന്ന് തുടങ്ങിയിട്ട് മൂപ്പര് നമ്മൾ വെറുതെ ഇരുന്നാലും മൂപ്പര് വെറുതെ ഇരിക്കൂല, തയ്യാറുന്നാളെ വരെ അവൻ പണിയെടുത്തുകൊണ്ടേയിരിക്കും. നമ്മളൊക്കെ ഉറങ്ങുമ്പോഴും അവൻ പണിയെടുത്തുകൊണ്ടിരിക്കും. ആ ശൈത്താനെ സൂക്ഷിക്കണം. അതുകൊണ്ട് തന്നെ അല്ലാഹു റസൂൽ പ്രാർത്ഥിച്ചിരുന്നു, അള്ളാഹുവിന്റെ റസൂൽ പ്രാർത്ഥിച്ചുവെങ്കിൽ നമ്മളും പ്രാർത്ഥിക്കണ്ടേ? അള്ളാഹുവിന്റെ റസൂൽ പറഞ്ഞു, അഭയം തേടുന്നു, അവസാനം എല്ലാം കഴിഞ്ഞ് ആ മരണത്തിന്റെ സന്ദർഭത്തിൽ എന്റെ ഈമാനെ പിശാച് തട്ടിയെടുക്കുന്നതാണ് നിന്നോട് അഭയം തേടുന്നു അല്ലാഹ്. അതെ, രോഗിയായിട്ട് ആരും ചിലപ്പോ കാണാൻ പറ്റില്ല. അതുകൊണ്ടാ പറഞ്ഞത്, ഇത് സത്യവിശ്വാസികൾ രോഗിയായാൽ ഇടക്കിടക്ക് കാണാൻ പോകണം, എന്നിട്ട് അവരോട് സംസാരിക്കണം. അവർക്ക് സ്വർഗത്തെക്കുറിച്ചും അള്ളാഹിന്റെ പാപമോചനത്തെ കുറിച്ചും പ്രതീക്ഷ ഉണ്ടാക്കണം. മരണത്തെ കുറിച്ചുള്ള ഭയമില്ലാതെയാക്കണം. പാപത്തെക്കുറിച്ചുള്ള ഭയമുണ്ടാക്കണം. അങ്ങനെ അവരുടെ മനസ്സിന് എപ്പോഴും നന്മകൾ, അല്ലെങ്കിൽ ശൈത്താൻ ഇങ്ങനെ വന്നിട്ട് ഓരോന്നിങ്ങനെ വസ്വാസാക്കിയിട്ട് അവസാനം എന്താകും? ഈമാനില്ലാതെ ചില ആൾക്കാർ കണ്ടില്ലേ, എന്ത് അള്ളാഹ്, ഞാൻ എത്ര കൊല്ലം ഇങ്ങനെ നരകിച്ച് കിടക്കണ്, പഠിച്ചോണ്ട് ഇങ്ങനെ. അപ്പൊ അള്ളാഹിനെ കുറിച്ച് മോശമായൊരു ചിന്തയോടെ അയാളെ മരിച്ചു പോണ്, പിന്നെ അയാൾ ഈമാൻ ഉണ്ടാവും. അതുകൊണ്ട് ഹുസ്നുൽ ഉണ്ടാക്കണം. വീട്ടിലുള്ളവരെ ചെയ്യണം. രോഗികളോട് എപ്പോഴും ഹുസ്നുൽ ഉണ്ടാക്കി കൊടുക്കണം. അവരെ പ്രോത്സാഹിപ്പിക്കണം. അവരുടെ നന്മകളും സന്തോഷിക്കാനും പാപത്തെ കുറിച്ച് ഇസ്തിഗ്ഫാർ ചെയ്യാനും അവർക്ക് പ്രതീക്ഷ കൊടുക്കണം രോഗികൾക്ക്. അങ്ങനെ അല്ലെങ്കിൽ അതാണ് പറഞ്ഞത്, അവസാനം ശൈത്താനിന്റെ ഈമാൻ തട്ടിയെടുക്കൽ നിന്ന് അള്ളാഹുവേ ഞാൻ നിന്നോട് അഭയം തേടുന്നു. എന്താ പ്രാർത്ഥിക്കേണ്ടത്? അല്ലാഹുമ്മ അഊദു ബിക അൻ യതഖബ്ബതനി അശ്ശൈത്താനു ഇൻദൽ മൗത്ത്. അല്ലാഹുവേ, എന്റെ അവസാനം ഈമാൻ, എന്റെ ഈമാനെ പിശാച് തട്ടിയത്, എന്നെ മരണവക്കിൽ എന്നെ പിശാച് റാഞ്ചിയെടുക്കുമെന്ന് ഞാൻ നിന്നോട് അഭയം തേടുന്നു എന്ന് പ്രാർത്ഥിക്കുമെന്നാണ്. അതുകൊണ്ട് തന്നെ പ്രാർത്ഥന അധികരിച്ച് പാപത്തെ കുറിച്ച് ഭയം ഉണ്ടാവുക. അടുത്തതായിട്ട് എന്താ ചെയ്യേണ്ടത്? നമ്മളെ കൊണ്ട് ആർക്കൊരു പ്രയാസം ഉണ്ടാവാൻ പാടില്ല. നമ്മളെ കൊണ്ട് ആർക്കൊരു പ്രയാസം ഉണ്ടാവരുത്, അല്ലെ? അൽ മുസ്ലിമു മൻ സലിമൽ മുസ്ലിമൂന മിൻ ലിസാനിഹി വയദിഹി. ഒരു യഥാർത്ഥ മുസ്ലിം എന്ന് പറഞ്ഞാൽ അവന്റെ നാവ് കൊണ്ടും അവന്റെ കൈ കൊണ്ടും ഒരാൾക്കും ഒരു പ്രയാസമില്ലാതെ സുരക്ഷിതരാണെങ്കിൽ ഇവൻ മുസ്ലിമാണ് എന്നാണ്. അപ്പോൾ നമ്മൾ ആർക്കും നമ്മുടെ വാക്കുകൊണ്ട്, അമ്മോശനായാലും അമ്മായിയായാലും നാത്തോനായാലും ഇളച്ചിയായിരുന്നാലും ഭാര്യയായാലും ഭർത്താവായിരുന്നാലും ആരുടെയും മനസ്സ് വേദനിപ്പിക്കാതെ, നോവിക്കാതെ, കുത്തുവാക്കുകൾ പറയാതെ, ഇടങ്ങേറാക്കാതെ പ്രയാസപ്പെടുത്തണം. അത് റസൂൽ സല്ലല്ലാഹു പറഞ്ഞു, അള്ളാഹ് ഏറ്റവും വെറുക്കുന്ന ഒരു മനുഷ്യൻ അവൻ ഉപദ്രവിക്കുമെന്ന് പേടിച്ചുകൊണ്ട് അവനെ സ്നേഹിക്കുന്ന അവനാരോ അവനാണെന്നാണ്. ബഹുമാനിക്കുന്നവനാരോ. ചില ആളുകളെ നമ്മൾ ബഹുമാനിക്കും. എന്താ ബഹുമാനിക്കണേ? ഉള്ളില് ബഹുമാനമൊന്നുമില്ല. ആ പഹയനെ ചിലപ്പോ നമുക്ക് എന്തെങ്കിലും പണി തരും, അതുകൊണ്ടൊന്ന് ബഹുമാനിച്ചുവിടുക. ഇങ്ങനെ ബഹുമാനിക്കുന്ന ഓരോ ആൾക്കാരുണ്ട്. അതിൽ നമ്മളുണ്ടോ? എന്റെ പ്രവൃത്തി ജനങ്ങൾക്ക് പ്രയാസം ഉണ്ടാക്കുന്നു, പക്ഷെ ജനങ്ങൾ എന്നിട്ട് എന്നെ ബഹുമാനിക്കുന്നു. ചിലപ്പോ ഖത്തീബാവും, ചിലപ്പോൾ പ്രസിഡന്റ് ആവും, ചിലപ്പോൾ സെക്രട്ടറി ആവും, ചിലപ്പോൾ നേതാവാകും.
ജനങ്ങൾ നമ്മളെ ഭയന്നിട്ടാണെങ്കിൽ, നമ്മുടെ ഉപദ്രവം ഭയന്നിട്ടാണ് അവർ നമ്മളെ ബഹുമാനിക്കുന്നതെങ്കിൽ അള്ളാഹ് ഏറ്റവും വെറുക്കപ്പെട്ടവൻ അവനാണ് എന്ന് റസൂലുള്ളാഹി തങ്ങൾ പഠിപ്പിച്ചു. അവന്റെ മരണം നന്നാവില്ല. അതുകൊണ്ട് മരണം നന്നാവണോ? ജനങ്ങൾ വെറുക്കാത്ത ഒരു മനസ്സ് നമുക്കുണ്ടാവണം. അതുപോലെ തന്നെ ജനങ്ങൾക്ക് ലഭിക്കുന്നതിന് തടയാൻ പാടില്ല. ജനങ്ങൾക്ക് എന്തെങ്കിലും ലഭിക്കുമെങ്കിൽ അത് തടയുന്ന ചില ആൾക്കാരുണ്ട്. അന്നം മുടക്കിയത് എന്നാ പറയാം, അല്ലെ? അന്നം മുടക്കിയത്. ഒരു മഹലിലുള്ള ഖത്തീബ് അവിടെ പോയി. എന്താ കാരണം ചോദിച്ചു പറഞ്ഞു, മദ്രസയിലെ കുട്ടികളെ വാപ്പ ഗൾഫിൽ നിന്ന് വന്നപ്പോ കുറച്ച് മിഠായി പൈസയൊക്കെ കൊണ്ടുവന്ന് ഉസ്താദിന് കൊടുത്തു. ഇത് കണ്ടപ്പോ ബഹുമാനപ്പെട്ട പ്രസിഡന്റ് അവർ പറഞ്ഞു, നിങ്ങൾക്ക് ഞങ്ങൾ ശമ്പളം തരില്ലേ, നിങ്ങളുടെ ജനങ്ങളിൽ പൈസ വാങ്ങണത്തിനാണ്. ആകെ പ്രശ്നമായി. അയാൾ പറഞ്ഞു, ഞാൻ പോകുന്നുണ്ട്. എന്താ തെറ്റ്? അള്ളാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് ഭരണാധികാരിയായിരുന്ന റസൂലുള്ളാഹി സ്വല്ലല്ലാഹു ജീവിതത്തിന് ആവശ്യമായ തോട്ടം ഭരണകൂടം കൊടുത്തിട്ടുണ്ട്. ആ തോട്ടത്തിൽ റസൂലുള്ളാഹി ചെലവൊക്കെ കഴിയാനായിട്ട്. എന്നാലും സഹാബികളും മറ്റുള്ളവരൊക്കെ എനിക്ക് സമ്മാനങ്ങൾ കൊണ്ടുവന്ന് കൊടുക്കും. അത് പല വസ്ത്രമായിട്ടും ഭക്ഷണമായിട്ടും അങ്ങനെ പൈസയായിട്ടും പലരും കൊണ്ട് റസൂലുള്ളാഹി കൊടുക്കാറ്. സഹാബികൾ ആരും എന്തിനാ നബിക്ക് ഇങ്ങനെ കൊടുക്കണം, ഇന്ന് കൊടുക്കണ്ട, നബിക്ക് അങ്ങനെ തോട്ടം കൊടുത്തിട്ടുണ്ട്, നബിക്ക് അതുണ്ട്, നബി ഭരണാധികാരി പറഞ്ഞിട്ടുണ്ടോ? ഇല്ലല്ലോ. അത് ഒരാൾ ചോദിക്കാതെ അയാൾക്ക് എന്തെങ്കിലും ഒന്ന് കൊണ്ടുവന്ന് കൊടുക്കുകയാണെങ്കിൽ നമ്മളത് അസൂയപ്പെടണ്ട, അത് മുടക്കാൻ നിൽക്കണ്ട. പ്രത്യേകിച്ച് ഒഴമാക്കൾക്ക് കൊടുത്താലും കുടുംബത്തിന് കൊടുത്താൽ രണ്ട് കൂലിയ. കുടുംബത്തിന് കൊടുത്താൽ കുടുംബബന്ധം പാലിച്ച കൂലിയും സദഖ കൊടുത്ത കൂലിയും കിട്ടും. പണ്ഡിതന്മാർക്ക് കൊടുത്താൽ സദഖ കൊടുത്ത കൂലിയും കിട്ടും. അവർ ചെയ്യുന്ന നന്മയിൽ നിന്ന് നിങ്ങൾക്കൊരു പങ്ക് കിട്ടുകയും ചെയ്യും. അധികം പണ്ഡിതന്മാരും മിസ്കീനുകളാണ്. നമ്മൾ മനസ്സിലാക്കണം. പണ്ഡിതന്മാരിൽ ഭൂരിഭാഗവും വളരെ കുറഞ്ഞ ആളുകളെ ജീവിക്കാൻ വഴിയുള്ളവരുണ്ടാവും. മറ്റൊരൊന്നും ദുനിയാവ് സമ്പാദിക്കാതെ ദീനിന് വേണ്ടി ചെറുപ്പം മുതലേ പഠിക്കുകയും പ്രവർത്തിക്കുകയും നടക്കുന്ന ആളുകളാണ്. അവർ മിസ്കീനുകളാണ്. അവരിൽ ചില ആളുകൾക്ക് സക്കാത്തിന് അർഹത ഉണ്ടാവും, ചില ആൾക്ക് സക്കാത്തിന് അർഹത ഉണ്ടാവില്ല, പക്ഷെ ഹദിയ കൊടുക്കാം. അതേപോലെ അങ്ങനെ. അതുകൊണ്ട് ഞാൻ പറഞ്ഞു വരുന്നത്, ആർക്കെങ്കിലും എന്തെങ്കിലും ആരെങ്കിലും കൊടുക്കുന്നെങ്കിൽ അതിൽ അസൂയപ്പെടാനോ തടയാനോ പാടില്ല. ആ നന്മകളെ തടയരുത്. ഒരിക്കൽ അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു പള്ളിയിൽ മസ്ജിദ് നബവിയിൽ ഒരു പരിപാടിയുണ്ട്. എന്നാൽ ആർക്ക് എന്തെങ്കിലും കൊടുക്കാണ്ടെങ്കിൽ കൊണ്ടുപോയിട്ട് പള്ളിയിലെ സ്ഥലം അവിടെ കൊണ്ടുവെക്കും. അത് വസ്ത്രമാണെങ്കിലും ഭക്ഷണമാണെങ്കിലും പൈസ ആണെങ്കിലും എന്താണ് കൊണ്ടുവെക്കും. അപ്പൊ അത് വേണ്ടവർ എടുത്തിട്ട് പോകും, അത് ആവശ്യമുള്ള എടുത്തിട്ട് പോകും. ഒരിക്കൽ അബൂബക്കർ റളിയല്ലാഹു കൊണ്ടുവച്ചു. മൂപ്പർ വിചാരിച്ചു ഏതായാലും പാവങ്ങൾ എടുത്തോട്ടെ എന്നാണ്. നിസ്കാരം അബൂബക്കർ പോയി കഴിഞ്ഞപ്പോൾ അബൂബക്കറിന്റെ മകൻ വന്നു, അബൂബക്കർ റളിയല്ലാഹു വന്നു. അദ്ദേഹം ഇത് കണ്ടപ്പെടുത്തിട്ട് പോയി. അവസാനം അബൂബക്കർ മകനാണ് എടുത്തിട്ട് പോയത്. ആ വീട്ടിൽ പോയിട്ട് പ്രശ്നം ഉണ്ടാക്കി. എന്നോട് ആളെ എടുക്കാൻ പറഞ്ഞ് ഞാൻ പള്ളിയിൽ പാവങ്ങൾക്ക് കൊടുക്കാൻ കൊണ്ട് ചിലജെന്ന് എടുത്തിട്ട് വന്ന്. എനിക്കൊരു ആവശ്യം ഉണ്ടായിരുന്നു. ഇപ്പൊ കംപ്ലൈന്റ് നബിന്റെ അടുത്തെത്തി. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, അത് അയാൾക്കുള്ള വിധിച്ചതാണ്, അയാൾക്കൊരു ആവശ്യമുള്ളതാണ് എടുത്തത്. നിങ്ങളുടെ കൊടുത്ത കൂലി നിങ്ങൾക്ക് കിട്ടി, നിങ്ങൾ എന്തിനാ ആരാ എടുത്തു? നിങ്ങളെന്താണ് കൊണ്ട് ചെല്ലുക? വേണ്ടവരെ എടുത്തോട്ടെ, വേണ്ടാളോ എടുത്തത്. അതുകൊണ്ട് അങ്ങനെ പറയാൻ പാടില്ല. നിങ്ങൾ കൊണ്ടുവച്ച കൂലി നിങ്ങൾക്ക് കിട്ടി, അത് നിങ്ങളെ മകനാണെന്ന് നിങ്ങൾ അറിയേണ്ട ആവശ്യമില്ല, അയാൾക്ക് ആവശ്യമുണ്ടെങ്കിൽ എടുത്തു. അപ്പൊ അതേപോലെ ആർക്കെങ്കിലും സംഗതി കൊടുക്കുകയാണെങ്കിലും നമ്മൾ അവരെ സമ്പത്തും അവരൊന്നും അളക്കാൻ നിൽക്കണ്ട. അത് അർഹതയില്ലാത്ത ഒരാൾ ചോദിച്ചു വാങ്ങുന്നത് സമ്പാദിച്ച അത് അയാളെ വന്നതും കൂടിയായി. അർഹതയില്ലാത്ത ഒരാൾ ചോദിച്ചാൽ യാചനയാണ്. അങ്ങനെ യാചിക്കുന്നവന്റെ മുഖത്ത് മാംസമില്ലാത്ത രൂപത്തിൽ പരലോകത്ത് വരുന്ന അവിടെ എന്നാ ചോദിക്കാതെ ഒരാൾ കൊടുത്താലോ അത് അയാൾക്കുള്ള ഗിഫ്റ്റായി, ഹദിയായി, സമ്മാനം അയാൾക്ക് വാങ്ങാം. അപ്പോൾ ഇങ്ങനെ ഇത്തരം കാര്യങ്ങൾ, ദീനിന്റെ ഹുക്മുകൾ, വിധികളൊക്കെ നമ്മൾ അറിയണം. അല്ലെങ്കിൽ നമ്മുടെ അമലുകൾ അറിയാതെ നഷ്ടപ്പെട്ടു പോകും. അങ്ങനെ നല്ലൊരു മരണം, ആരോടും വെറുപ്പില്ലാത്ത, ആർക്കും പ്രയാസമുണ്ടാക്കാത്ത ഒരു മനസ്സ്, ഒരു ജീവൻ നമുക്കുണ്ടെങ്കിൽ നല്ല മരണം ലഭിക്കുമെന്ന് നമുക്ക് മനസ്സിലാക്കാം. അല്ലാഹു സുബ്ഹാനഹു വ തആല സൂക്ഷ്മതയുള്ള യഥാർത്ഥ മുത്തഖീങ്ങളിൽ നമ്മളെ ഉൾപ്പെടുത്തുമാറാകട്ടെ. ഇന്നൽ ഹംദലില്ലാഹ് കസീറൻ ത്വയ്യിബൻ മുബാറകൻ ഫീഹി യുഹിബ്ബു റബ്ബുനാ വ യർളാ വസല്ലല്ലാഹു വസല്ലമ അലാ നബിയിനാ മുഹമ്മദിൻ വ ആലിഹി യാ അയ്യുഹല്ലദീന ആമനൂ തഖുല്ലാഹ ഹഖ്ക തുഖാതിഹി വലാ തമൂതുന്ന ഇല്ലാ വഅൻതും മുസ്ലിമൂൻ. സത്യവിശ്വാസികളെ, വിശ്വാസിനികളെ,
യഥാർത്ഥ രൂപത്തിൽ അള്ളാഹുവിനെ സൂക്ഷിച്ചുകൊണ്ട് പരിപൂർണ മുസ്ലിമായിക്കൊണ്ട് മാത്രം ഈ ലോകത്തിൽ നിന്ന് വിടകൊള്ളണമേ എന്ന് ഒരിക്കൽ കൂടി സ്വന്തത്തോടെന്ന പോലെ വസിയത്ത് ചെയ്യുകയാണ്. ജീവിതം വളരെ സൂക്ഷ്മതയോടെ ഗൗരവത്തോടു കൂടി കാണുക. മരണം നമ്മുടെ കഴുത്തിലെ ഞരമ്പ് പോലെ നമ്മൾ ഒട്ടി നിൽക്കുന്ന സംഗതിയാണ്. അത് എപ്പോൾ വന്നാലും മുഅ്മിനായി മുത്തഖിയായി മരിക്കാൻ ഉള്ള പ്രവർത്തികൾ ഏർപ്പെടുക. അള്ളാഹു തൗഫീഖ് ചെയ്യുമാറാകട്ടെ. ധാരാളം ആളുകൾ നമ്മൾ തുടക്കത്തിൽ സൂചിപ്പിച്ച പോലെ ക്യാൻസർ, കിഡ്നി ഫെയിലിയർ, അതുപോലെ മറ്റു പല രോഗങ്ങളും. ഞാൻ അറിയുന്ന എൻ്റെ ബന്ധുവായ കേരളത്തിൽ ധാരാളം പ്രവർത്തനങ്ങൾ ഇപ്പോഴും ചെയ്തുകൊണ്ടിരിക്കുന്ന മഹാനായ ഒരു പണ്ഡിതൻ, അദ്ദേഹത്തിന്റെ കണ്ണുകൾക്ക് കാഴ്ച കുറഞ്ഞിരിക്കുകയാണ്. അപ്പോൾ അദ്ദേഹം കണ്ണ് ഓപ്പറേഷൻ ചെയ്താലും അത് കാഴ്ച കിട്ടും, യാതൊരു ഉറപ്പുമില്ല എന്ന് ഡോക്ടർമാർ പറഞ്ഞിരിക്കും. ഒരുപാട് ആളുകൾക്ക് നന്മ പകർന്നു കൊടുത്ത, ഒരുപാട് ആലിമീങ്ങൾക്ക് പഠിപ്പിച്ചു കൊടുത്ത ഒരു പണ്ഡിതനാണ്. അള്ളാഹു അദ്ദേഹത്തിന് തുടർന്നും പരിപൂർണമായ കാഴ്ച നൽകുമാറാകട്ടെ. തുടർന്നും സമൂഹത്തിന് വഴി കാണിക്കുവാൻ, ഇൽമ പകർന്നു കൊടുക്കാൻ അള്ളാഹിന്റെ മാർഗത്തിൽ നിലകൊള്ളാൻ അള്ളാഹു തൗഫീഖ് നൽകുമാറാകട്ടെ. അതുപോലെ ധാരാളം രോഗികളുണ്ട്, ഉമ്മമാര്, സഹോദരന്മാർ, സഹോദരിമാർ. അള്ളാഹു അവർക്കെല്ലാം ആരോഗ്യമുള്ള ദീർഘായുസ്സ് പ്രദാനം ചെയ്യുമാറാകട്ടെ. اللهم اغفر للمؤمنين والمؤمنات والمسلمين والمسلمات الأحياء منهم والأموات إنك مجيب الدعوات يا قاضي الحاجات. اللهم أجرنا من النار، اللهم أجرنا من النار، اللهم أجرنا من النار، ولا تشبح القنا بالنار، ولا تجعلنا من حطب النار، فإنها بئس الدار وبئس المثوى وبئس القرار. ربنا اغفر لنا ولإخواننا الذين سبقونا بالإيمان ولا تجعل في قلوبنا غلا للذين آمنوا ربنا إنك رؤوف رحيم. وصلى الله وسلم على محمد وآله والحمد لله رب العالمين.